ഹേ ഇറ്റ്സ് അപ്പു ഗെയിമിംഗ് ഗായ്സ്. സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് റാഫ്റ്റ് 101 ഡേ സർവൈവലാണ്. സോ നമുക്ക് നേരെ പോവാം. ഭയങ്കരമായിട്ട് ലാഗ് അടിക്കണില്ല, നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. ഇത് നമ്മുടെ ഡിപ്പാച്ചർ ഏരിയ ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഐലൻഡല്ല നമ്മുടെ ബോട്ടിലേക്ക് നമ്മൾ പോവുക. സോ നമുക്ക് ഗേറ്റ് 1 കയറാം. ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ അപ്ഡേറ്റ്സ് നടന്നിട്ടുണ്ട് വാലന്റൈൻസ് ഡേയുടെ. ഞാൻ ഇടയ്ക്കൊന്ന് കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് 24 ഡേയ്സാണ് നമ്മൾ സർവൈവ് ചെയ്തത്. ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം നമ്മൾ അതിന് എക്സിറ്റ് അടിച്ചു. സോ ഇന്നും സെയിം ഇഷ്യൂന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ചാർജ് കുറവാണ്. ഓക്കെ, സർവൈവ് ഫോർ 101 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ ഗെയിം. ഓക്കെ, നമ്മളെ കൂടെ വേറെ ഒരു ആൾ കൂടി കയറിയിട്ടുണ്ട്. സോ നമ്മൾ 2 പേര് കൂടിയാണ് കളിക്കാൻ പോണത്. നമ്മുടെ പ്ലെയിൻ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എൻജിന് തകരാറ് വന്ന് നമ്മൾ നേരെ കടലിലേക്ക് വന്ന് വീഴാണ് ചെയ്യണത്. വാവ്, ഇതിലിപ്പോൾ നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇറങ്ങിയ നമ്മളിതിൽ മാക്സിമം നമ്മൾ കളക്ട് ചെയ്യണ്ട വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഫയർ കത്തിക്കണം. നമ്മുടെ 99 നൈറ്റ്സ് പോലുള്ള സെയിം ഗെയിം തന്നെയാണ്. അവൻ ഫയർ കത്തിച്ചുട്ടാ. ഞാനത് ഫുള്ളായിട്ട് കളിക്കാൻ പറ്റിയില്ല, എനിക്കിന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. ചാർജ് ഫോണിൽ കുറയണ കാരണം തീരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാക്സിമം വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം കേട്ടോ. ഈ ഫസ്റ്റ് ഡേ ഒന്നും വലിയ കലാപം ഉണ്ടാവില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ കളി നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ നോക്കാം കേട്ടോ. കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ നോക്കാം. ഫുള്ളായില്ല നമ്മുടെ സ്റ്റോറേജ്. ഇതാണ് നമ്മുടെ ഗ്രൈൻഡിങ് മെഷീൻ അല്ല, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അതന്നെ ക്രാഫ്റ്റിംഗ് മെഷീനാണ്. ഇതിലിപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെവലാണ്, ടയർ 1 എടുക്കണത്. നമ്മൾ ക്രാഫ്റ്റ് ബെഞ്ച് ലെവൽ 2 ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇതിലേക്ക് ടയർ 2 പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നമുക്കൊന്ന് ഇങ്ങോട്ട് കയറ്റില്ല. നമുക്കൊന്ന് ഈ ഏരിയയിലേക്ക് നമ്മുടെ വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാം. നമുക്ക് വണ്ടി തിരിക്കണം. അത്യാവശ്യം നെറ്റ്വർക്ക് വേണ്ട, അല്ലെങ്കിൽ ഭയങ്കര ഗ്ലിച്ചായിരിക്കും. നമ്മൾ മാക്സിമം ഈ സീ ഷെല്ലുകളൊക്കെ കളക്ട് ചെയ്യാം കേട്ടോ. ശരി, നമുക്ക് വേറെ ഇവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. വേഗം ഓടി കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കേട്ടൊരു ലൂട്ട് ബോക്സ് ഉണ്ട്. ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തു. അവൻ്റെ വഞ്ചി എടുത്ത് പോയി, ഇതാണ് പ്രശ്നം. കഴിഞ്ഞ വട്ടം സെയിം അവസ്ഥ തന്നെയായിരുന്നു. നമുക്ക് ഈ മഷ്റൂം നമുക്ക് കഴിക്കാം കേട്ടോ. കഴിക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഇതുണ്ട്, എന്നിട്ട് പറയാ, നമ്മുടെ ഫുഡിൻ്റെ ഹെൽത്ത് ഉണ്ട്. അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് 2-3 മരമൊക്കെ വെട്ടിയിട്ടിട്ട് തടി കൊണ്ട് പോവാം. നമ്മുടെ ആക്സ് ഒന്നും അപ്ഗ്രേഡ് ചെയ്യണം കേട്ടോ. മാക്സിമം നമുക്ക് എവിടെയും കയറി കഴിഞ്ഞാൽ നമുക്ക് ആക്സും കിട്ടും. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ സ്റ്റോർ ചെയ്യണ ഈ ചാക്കും ലെവലിൽ ചെയ്യണം. അവൻ പോയിട്ടില്ല, അവൻ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് മാക്സിമം മരമൊക്കെ വെട്ടിയിട്ടിട്ട് ഇന്നത്തെ നൈറ്റ് ഇതൊക്കെ ഒന്ന് അടിപൊളിയാക്കാം. യെസ്, നമുക്ക് മഷ്റൂം ഈറ്റ് ചെയ്യാം. സ്റ്റോർ ചെയ്യാം. നമ്മുടെ 5 സ്പേസ് ഉള്ളതാണ് എത്ര ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ സ്പ്രിൻ്റ് അടിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മറ്റേ ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ഇത് നമ്മുടെ ഡൗട്ടാണ്. നമുക്കൊരു വുഡിട്ട് കത്തിക്കാം, ബാക്കി 2 ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് 2-3 ഫ്ലോറ് സെറ്റ് ചെയ്യണ്ട. 3 ഫ്ലോർ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. മാക്സിമം നമുക്കിത് കളക്ട് ചെയ്യണം കേട്ടോ. ഇവിടെ മൈൻ ഉണ്ട് കേട്ടോ. ഇത് മൈനാണ്. കഴിഞ്ഞ വട്ടം ഞാൻ ഇവിടെ വന്നപ്പോൾ മൈൻ പൊട്ടി തെറിച്ച് കണ്ട മൈൻ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സീനാണ് മൈനുള്ളത്. ചെക്കൻ്റെ അവിടുത്തെ അവനെ കൊന്നുട്ടാ. അവൻ്റെ ലൂട്ട് ബോക്സ് തുറക്കുക. നമുക്ക് മാക്സിമം അതേ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, മെറ്റൽ കിട്ടിയിട്ടുണ്ട്. ഷീറ്റ് മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മെറ്റൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. സോ ഷീറ്റ് മെറ്റൽ നമ്മൾ 2 കളക്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നൈറ്റ് വലിയ കലാപം ഉണ്ടാവില്ല. സോ നമുക്ക് മാക്സിമം ഈ ഇവിടുത്തെ ഫുള്ള് കളക്ട് ചെയ്യാം, ഷെല്ലും കാര്യങ്ങളൊക്കെ.
ഇതിപ്പോൾ നമ്മൾ 13 നമുക്ക് മാക്സിമം കളക്ട് ചെയ്യണം. കുറച്ച് അപ്ഗ്രേഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഇവിടെ ഇപ്പം മരം കൊല്ലാൻ പറ്റുള്ളൂ. ഇതിനുള്ളിൽ എടുത്തിട്ടുണ്ടല്ലോ അത് പിന്നാലെ നമുക്ക് ഇവിടുത്തെ ചെയറും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാം. ഇതിനുള്ളിൽ എന്തെങ്കിലും നോക്കട്ടെ. യെസ്, അത് ഒന്നും വേണ്ട എനിക്ക്. ഇതെന്താവോ? യെസ്, ഒരു ചൂണ്ട കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കിന്ന് വൈകുന്നേരത്തേക്കുള്ള മീൻ പിടിക്കാനുള്ള ചൂണ്ട കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബോക്സിനുണ്ട്. നമുക്കൊരു ഗുഡ് ആക്സ് കിട്ടി കഴിഞ്ഞാൽ സെറ്റായി. കുറച്ചുകൂടി ക്വാളിറ്റി ലാക്സ്. ഓ, നമുക്കിത് കിട്ടി. ലാർജ് ഷാക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. നമുക്ക് മാക്സിമം വുഡ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം കേട്ടോ. ഇപ്പം 6 ഇപ്പം മോർണിംഗ് ഉണ്ട് കേട്ടോ. അവൻ വിട്ട അവിടുന്ന് ഇല്ലല്ലേ? അവൻ പോയിട്ടില്ല. അവൻ ശരിക്കും പറഞ്ഞാലേ ഇത് നമുക്ക് ഓഡിയോയും കൂടിയും അപ്പുറത്തുള്ള ടീംമേറ്റ്സിനും കൂടി സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ സെറ്റായി തന്നെ. ഓഡിയോ ത്രൂ കേട്ടോ. ഇതിലിപ്പോൾ നമുക്ക് ചാറ്റ് ത്രൂ ചെയ്യാൻ പറ്റും. പക്ഷെ ചാറ്റ് ത്രൂ ഇപ്പോൾ ഫോണായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടൈപ്പ് ചെയ്യണം. മറ്റേ ലാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 15 ക്വാണ്ടിറ്റി കയറുട്ടാ സാധനം. മാക്സിമം നീറ്റ് ചെയ്ത് നമ്മുടെ ഹെൽത്ത് ഒന്ന് കൂട്ടിട്ടാ. മഷ്റൂം നീറ്റ് ചെയ്തിട്ട് പിന്നെ കൂടി വിലക്കാം. നമുക്ക് ഇപ്പോൾ ഈ ഏരിയ ഫുള്ള് നമുക്ക് ക്ലിയർ ചെയ്യാം. എന്നിട്ട് ഡേ 2 പോയിന്റ് ഇട്ടാ. നമുക്ക് ഇനി ടോട്ടം മാപ്പ് എടുക്കണം. ഫയർ ലെവൽ 3 ആയി. പ്രൊട്ടക്ഷൻ ഫ്രം ക്രാക്കൻ ഇൻക്രീസ്ഡ്. ഇന്ന് നൈറ്റ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ക്രാക്കൻ വരും. അത് കാണിച്ചു തരാം. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്കിൾ, നമ്മുടെ ഒരു വലയം പോലെ കണ്ടില്ലേ ഒരു സർക്കിൾ. നമ്മുടെ വഞ്ചിക്ക് തൊട്ട് മുകളിലൊരു സർക്കിളുണ്ട് കണ്ട. ആ ഈ ഒരു പിങ്ക് കളറിലുള്ള സർക്കിളില്ലേ, അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ക്രാക്കൻ നമ്മൾ അറ്റാക്ക് ചെയ്യും കേട്ടോ. നമുക്ക് മാക്സിമം ഒന്ന് ഫയർ ആക്കാം. ഫയർ ഒന്ന് കത്തിക്കണം. ലെവൽ 4 ആക്കണം. 2 ഷീറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് നമ്മുടെ അതൊന്ന് ക്രാഫ്റ്റ് ബെഞ്ച് ലെവൽ 2 ആക്കാം. യെസ്, അപ്പോൾ ലെവൽ 2 ആയിപ്പോൾ, ടയർ 2 ആയിപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റുന്ന മെയിൻ സാധനം ഇതാണ് കേട്ടോ. ലൂട്ട് ക്യാച്ചർ കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം വരണം. ഇത് നമുക്കൊരു 3-4 എന്തായാലും വേണം. ലൂട്ട് ക്യാച്ചർ. ഇത് ലൂട്ട് ക്യാച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമ്മുടെ കടലിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഇത് എടുക്കും. എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു സ്റ്റോറേജും കൂടിയും പണിയണം, എന്നാലാണ് കാര്യമുള്ളൂ. ഇന്ന് നൈറ്റ് ഇപ്പോൾ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. 77 നൂബ് എന്നാണ് അവൻ്റെ പേര്. അവൻ 777 ഡേയ്സ് നിന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, നമുക്ക് നോക്കാം. അവനെ കൂടിയിട്ട് നമുക്ക് നിന്ന് നോക്കാം. ഇത് മാക്സിമം നമുക്ക് എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇവനലക്കാം. ഒരുത്തനോടെ ഉണ്ട് കേട്ടോ. അവനലക്കിക്കോ. ഗുഡ് ഡാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവനെ ഒറ്റ അടിക്കോ അല്ല. ഇവൻ എന്താ കാണിക്കും നമ്മളെ. നമുക്ക് മാപ്പ് കിട്ടി. ടോട്ടം മാപ്പ് കിട്ടി ഗൈസ്. ടോട്ടം മാപ്പ് കിട്ടിയിട്ടാ. യെസ്, പൊളി പൊളി പൊളി. നമുക്ക് എന്തിട്ടേക്ക് റൈഡിൽ നോക്കട്ടെ കേട്ടാ. അത് വേണ്ട, പങ്കായൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വലിയ ഇതാണുള്ളത്. ടോട്ടം മാപ്പിലേക്ക് പോകാൻ സെറ്റപ്പായി. എനിക്ക് വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. ഇത് ക്രാക്കൻ്റെ പറന്ന് കണ്ടിട്ടാ നമ്മളടിക്കാൻ. വേഗം കയറിയില്ലെങ്കിൽ അല്ലക്കും നമ്മളെ. പെട്ടച്ച് വരുന്നുണ്ട്. മുകളിൽ കണ്ട. നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് കയറി അപ്പം വരും കള്ളൻ. ഇനി നമുക്കൊരു ഇതും സെറ്റ് ചെയ്യണം. ഫുഡ് കഴിക്കാനുള്ള സാധനം വേണ്ട. കാരണം ഇതിപ്പോൾ എവിടെ വയ്ക്കുക നമ്മൾ. ഇവനെല്ലായിടത്തും ഇത് കൊണ്ടുപോയിക്കാലോ കേശവൻ. നമുക്കൊരു ഇത് വേണ്ടേ, സ്റ്റോറിങ് സ്പേസ് വേണ്ടേ. സത്യം പറഞ്ഞില്ല, നമുക്ക് ലാപ്പിൽ കളിക്കണമെങ്കിൽ കറക്റ്റ് നമുക്കൊരു വീട് പോലെ പണിയായിരുന്നു. ഇതിപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇത് ഭയങ്കര ചെരിഞ്ഞൊക്കെ ഇരിക്കണണ്ട.
ഇന്ന് നമുക്ക് ഡേ 3 ആവും ഗൈസ്. നമുക്ക് ഇന്ന് പോയിട്ട് ടോട്ടം മാപ്പ് എടുക്കണം. അവൻ നേരം കണ്ട പോകണമെന്നുണ്ട്. മഴ പെയ്യുന്ന കാണാനില്ലല്ലോ, അല്ലെങ്കിൽ മഴ പെയ്യാറുണ്ടല്ലോ, എന്ത് പറ്റിയാവോ? എടാ ഇവനും കൂടി സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിലേ ശരിക്കും പറഞ്ഞത് ഡിസ്കോഡ് വഴി അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും നമുക്ക്. ഡിസ്കോഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പുറത്തെ ടീംമേറ്റ്സ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സംസാരിച്ച് നമുക്ക് പൊളിച്ച് കളിക്കാം. ഇത് ഡേ 3 ഉണ്ട് ഗൈസ്. നമ്മൾ ഇന്ന് നേരത്തെ വന്ന സ്ഥലം തന്നെയാലോ. തോട്ടത്തിൻ്റെ അടുത്തേക്ക് മെസ്സേജ് അല്ലോ തോട്ടം എടുക്കാൻ പോയാൽ. പക്ഷെ തോട്ടം എടുത്തു കഴിഞ്ഞാൽ ഡേയ്സ് കൂടും. പക്ഷെ നമുക്ക് അതിനുള്ള സെറ്റപ്പുകൾ ചെയ്യണം, അല്ലെങ്കിൽ പണി പാളും. ഇപ്പം നമ്മളിലൊന്നുമില്ല. ഇവരെവിടേക്ക് പോകണാവോ? അല്ലെയാണെങ്കിൽ വുഡുണ്ട്, ഫിഷ് റോഡുണ്ട്, ആക്സ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ആക്സ് ഈ തുരുമ്പ് പിടിച്ച സാധനം നമ്മുടെ തുരുമ്പ് പിടിച്ച മഴ കാരണം വലിയ ഇതുകൊണ്ട് ഇവൻ നേരത്തെ പോയിടത്തന്നെയല്ലേ പോണ്. ബ്രോ വേറെ എവിടെയെങ്കിലും പോകും. തോട്ടം ക്യാൻ ബി സീൻ. തോട്ടത്തിൻ്റെ ഇടയ്ക്ക് പോ ബ്രോ. തോട്ടത്തിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനില്ല. ഫുഡൊന്നും ഇല്ല കയ്യിലിപ്പോൾ. 250 മീറ്റർ അങ്ങാണ്ടുള്ളൂ തോട്ടത്തിൻ്റെ ഇടയ്ക്ക്. തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കയറി നേരെ എടുക്ക 2 മിനിറ്റ് സമയമുണ്ട്. നേരെ ചാമ്പിക്കത്. ഇവിടെ ഒരു ലൂട്ട് ബോക്സ് ഉണ്ട്, അത് എടുക്കട്ടെ ആദ്യം. എല്ലാവരെയും അലക്കട്ടെ, ഒട്ടക്കി എല്ലാവരെയും. പോത്ത് നമ്മളലക്കണ്ടല്ലോ ദൈവമേ. ഓ പോത്ത്, അയ്യോ റോ മീറ്റ് കഴിക്കാൻ പറ്റില്ല. അലക്കി പോലോ. പൊട്ടക്കി ടോട്ടെടുക്ക്. ഓ 2 പേരില്ലെങ്കിൽ നല്ല കടപ്പട്ട കിട്ടിയിട്ടാ നമ്മളെ അലക്കിയാൻ അവന്മാര് കൂടിയിട്ട്. ഒരു ഇതിരിക്കുന്നുണ്ട്, അതെടുക്കണം. ഈ പന്നി കുട്ടൻ അലക്കി നമ്മളെ കടിച്ചു, അവനിടിച്ചു പന്നി നൈസായിട്ട്. മാക്സിമം മഷ്റൂമൊക്കെ ഈറ്റ് ചെയ്ത് നമ്മുടെ ഹീലൊന്ന് കൂട്ടിട്ടാ. ഓ ഗുഡ് ടാക്സ് കിട്ടി മോനെ. ഇനി മരമൊക്കെ നമുക്ക് പഴപ്പിക്കാം. 1 മിനിറ്റ് ഉണ്ട് നമുക്ക്. മരം എവിടെ പോയി നമ്മുടെ? ഗുഡ് ടാക്സ് അവിടെ പോയി. ഇനി മരമൊക്കെ നമുക്ക് വെട്ടിയിടാം. മരം വീണില്ലല്ലോ. ഈ ഐലൻഡിലുള്ള മരമൊക്കെ വെട്ടി സെറ്റാക്കാം. തോട്ടം ഇനി കരിക്കിടണ്ട. കരിക്കിടാം. കരിക്ക് വീഴുക ആയിക്കോട്ടെ. ഒരു കരിക്ക് വീഴും മുകളിൽ നിന്ന്. ഓ 43 ഇതിലോട്ടാ. വേഗം കളക്ട് ചെയ്യണം. നമുക്ക് കരിക്ക് കുറച്ച് തിന്നാം. എന്നിട്ട് നമുക്ക് ഇത് ഹീൽ ചെയ്യാം. കരിക്ക് എടുക്കണായിട്ട് നല്ലത് കരിക്കൊന്ന് സ്റ്റോർ ചെയ്യാല്ലേ. കരിക്ക് കുറച്ച് സ്റ്റോർ ചെയ്യാം. കഴിഞ്ഞാൽ അവൻ്റെ ഹെൽത്ത് കാരണം പോയിട്ടുണ്ട്. അവൻ്റെ കാര്യം നോക്കണ്ടേ. അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോകാൻ തൽക്കാലം. ഇനി പണ്ടാറത് നമ്മളെ കുത്താൻ വരും. ഇപ്പം അതുണ്ടാവുന്നത് ഇതും കൂടി വെട്ടിയിടാൻ പറ്റും നോക്കി. പണ്ടാറം എൻ്റെ ഹെൽത്ത് ഫുള്ള് പോയില്ലോ. മെഡിക്കിറ്റ് അടിച്ച് ഗൈസ്. നമുക്ക് കുറച്ച് കരിക്ക് ഇട്ടേക്കാം. ഇത്ര കരിക്ക് എടുത്തുണ്ടാവുമെങ്കിലോ എടുത്തില്ല. ഓക്കെ 5 കരിക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് ഓ 2 ഡേയ്സ് കയറി ഗൈസ്. ടോട്ടം ഇന്നത്തെ കൗണ്ട് ചെയ്തിട്ട് 2 ദിവസം കൂടും. അപ്പം ഡേ 5 ഔട്ടാ നമ്മള്. എന്തിനല്ലക്ക 20 വേണ്ടി വരില്ല ഇതിനൊക്കെ. ഫുള്ളായി, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ടോട്ടം പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവനെന്തിട്ട് ഇത് ഫുള്ള് വലുതാക്കാലവൻ. അപ്പം നമ്മുടെ ഒക്ടോബസിൻ്റെ കൂടെ കളിക്കുക. നമുക്കിത് 2 റോസ്റ്റ് ചെയ്തെടുക്കാം. പൂശി നീ അല്ലെങ്കിൽ നീ കഴുകി നീ പട്ടക്കി നീയൊക്കെ തിന്ന് ചില്ലേ ബ്രോ. പട്ടക്കി യെസ് ഗൈസ്. അപ്പോൾ ഡേ
3 കഴിഞ്ഞ് ഡേ 5 ആയിട്ടുണ്ട് ഡയറക്റ്റ്. നമുക്ക് നെക്സ്റ്റ് വേം പടയ്ക്കണം അടുത്ത ഏരിയയിലേക്ക്. യെസ് മാക്സിമം വുഡ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. ഇവൻ പോകണോ കയറി കിട്ടേണ്ടി. ഓ ഷാർക്കും തുടങ്ങി ഗൈസ്. ഓ ടോട്ടം എടുത്തത് ട്രൈബിന് ഇഷ്ടമായിട്ടില്ല. നമ്മൾ അലക്കാൻ നൈറ്റ് എംപ്ലോയിങ്ങിൽ ഇവന്മാർ വരും. ഓക്കെ വിഷയമുള്ള കാര്യമുള്ള നമ്മൾ 2 പേരിൽ കാരണം പട്ടാപ്പടാൻ്റെ അടിക്കും. പോവാ ഇവരെന്താ കാണിക്കുന്നത് ഫോണില്ലേ? ഒരു തെങ്ങും കൂടി ഉണ്ട് ഇവിടെ. ഓ മീൻ പിടിക്കാൻ നിൽക്കട്ടാ. ഓ നമ്മൾ 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മീൻ പിടുത്തം. പെട്ടയ്ക്ക് ആർക്ക് കിട്ടും മീൻ? ഓമ്മേ അവന് സീൻ തന്നെ കിട്ടിയല്ലോ. എനിക്ക് വല്ല മരക്കഷ്ണണ്ടാ കിട്ടിയ. ശേ എന്താ കാണിക്കുന്നത്? ഓ നമുക്കിത് കിട്ടിട്ടാ. നമ്മുടെ അതിൽ നിന്ന് സാധനം കിട്ടി. ഇവരെന്തിട്ട് കാണിക്കുന്നത്? നമുക്ക് നേരെ പോയിട്ട് മരം വെട്ടിയിട്ട് വന്നല്ലോ. ആരും മരം വേണ്ടി വെട്ടിയിട്ട് കൊണ്ടുവരാം. ഇവിടെ ഗുഡ് ടാക്സ് എടുക്കുന്നുണ്ട്. ഇതിലത്ത് കരിക്ക് പോയിട്ടാ. കരിക്ക് കിട്ടും. കരിക്കുള്ള മരമാണ്. കരിക്ക് ഇപ്പോൾ കഴിക്കാം തൽക്കാലം. ബാക്കി നമുക്ക് വുഡ് എടുത്ത് കൊണ്ടുപോവാം. മാക്സിമം വുഡ് എടുക്കുക. ഇവനിപ്പോൾ പണി മടിയനായി തോന്നിട്ടാ നമ്മുടെ കൂടെയുള്ള അടുത്തൻ. ഇവനല്ല കൂട്ടം നമ്മളെ ഷാർക്ക് അവിടെ നിൽക്കണം. നമ്മളെ അലക്കാനാ. ഐലൻഡ് വിൽ ട്രൈ ടു സ്റ്റീൽ യുവർ ടോട്ടം ടു നൈറ്റ്. ഇന്ന് വൈകുന്നേരം ഐലൻഡ് ടോട്ടം എടുക്കാൻ പറ്റും. അപ്പം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അപ്പം ഇന്ന് വൈകുന്നേരം സീനാണ്. നമുക്ക് വണ്ടി ഇവിടുന്ന് നിൽക്കാല. എങ്ങോട്ടാ പോവാ? രണ്ടാമത്തെ തീർക്കണ്ടേ? ഇവനിവിടെ വലിയ മാപ്പാക്കിയത്. മീനെ പിടിച്ച് കൊണ്ട് നടക്കണ്ടല്ലോ അവൻ. ഓ ലാഗ് വരുന്നുണ്ട് കേട്ടോ നൈസായിട്ട്. ഭയങ്കര ലാഗ്. തൽക്കാലം നൈറ്റ് ഇവിടെ വയ്ക്കാം. നിൽക്കാം സെൻറ്ററിൽ നിൽക്കാം. പിന്നെ അവിടെ ആൾക്കാരുണ്ട്. നൈറ്റ് ലാസ്റ്റ് നമുക്ക് അവന്മാരൽക്കാം. തീയൊന്നും സെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പണി കിട്ടും. ഇവനെന്ത് ഉദ്ദേശിക്കണ? ഓവനെല്ലാ സാധനം എടുത്ത് അലക്കണ്ട്. ഓവണ്ട ഓവനല്ല അലക്ക പട്ടി. എന്തുദ്ദേശിക്കണമെന്നൊരു പിടുത്തില്ല. ഒന്ന് പണി പാടുള്ളോ. ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഇപ്പന്മാരും വരില്ല അലക്കാൻ. വേവ് 1 അവന്മാർ വരുന്നുണ്ട്. ഇതേ അവിടെ നിന്ന് വരുന്നുണ്ട്. ആ റെഡ് കാണുന്നത് ഇപ്പന്മാരാ. ആംഗ്രി ഐലൻഡേഴ്സ് ആർ സീലിംഗ് യുവർ ടോട്ടം. എന്നാ അവനല്ലക്കും നമ്മള്. യു ഊശ്ചട കുട്ട. ഒരുത്തനെ കളിക്കണ്ട. ഒരുത്തനെ കേട്ടോ. ഓ വൻ നൈസ്. എന്ത് കളി ചാവല്ലേ? പൂശ്. ഇവനെന്താ നമ്മൾ ലോക്കാക്കിയ? ഓ വേവ് 1. ഇവനെന്തത് ഉദ്ദേശിച്ച? ആദ്യം ഐഡിയ കേട്ടോ അവൻ്റെ. എന്തായാലും മീൻ പിടിക്കാൻ കുറച്ച് നേരം. രാവിലെ നമ്മൾ കളക്ട് ചെയ്യാം. അവനൊരു പണ്ടാറ് സാധനം ചെയ്തിട്ട് നോക്കിയേ. എന്തിട്ട് കാണിക്കവനെ തൊരപ്പനെ കൊണ്ട് ശല്യമില്ല. നമുക്കെന്തായാലും ചൂണ്ടിട്ട് വയ്ക്കാം. മറ്റേ മീനെ കിട്ടിയ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ സീനാവും. എനിക്ക് മരം മാത്രം കിട്ടണല്ലോ. ഇവന് നല്ല മീനൊക്കെ കിട്ടുന്നുണ്ട് ചെക്കന്. നാലാമത്തെ വട്ടക്കെല്ലാം മരം കിട്ടുന്നു. ഈ ഏരിയ മാറ്റിയിടാം ഗൈസ്. അപ്പോൾ നമ്മൾ ഡേ ഇനി എത്രയാണെന്ന് അറിയില്ല. ടോട്ടം നമ്മൾ സേവ് ചെയ്തില്ലേ? യെസ് ഡേ 5, 6, 7. ഓക്കെ നമുക്ക് ഇനി നേരെ ഐലൻഡിൽ പോയിട്ട് മരലക്കാം. മാക്സിമം എനിക്ക് ഇത് കളക്ട് ചെയ്യണം. എന്നിട്ടാണെങ്കിൽ കുറച്ച് നല്ല നല്ല സാധനങ്ങൾ മേടിക്കണം. ഇവിടെ കുറേ ഷെല്ലുണ്ടല്ലോ. നമുക്ക് ആദ്യം ഇവനല്ല കണ്ട സൈഡിൽ കൂടെ 22 ഷെല്ലായിട്ടാ.
ഇവനതിൻ്റെ മണ്ടയിൽ കയറി പറഞ്ഞ എന്നെ കൊല്ലാൻ വലിയവന്. ഓ ഇതാരോയ. യെസ്, അടുത്ത ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടോട്ടം മാപ്പ് അടുത്ത് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് മാപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് 5 മാപ്പ് ഒന്ന് കളക്ട് ചെയ്യണം. എന്തിട്ട് കമ്പി കിട്ടിയിട്ടില്ലോ. ഓ 4 ഇത് കിട്ടും. പക്ഷെ എന്താ കിട്ടിയിട്ട് കാര്യം, ഈ വെടലൻ ഒക്കെ കൂടി എടുത്ത് ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് കളയാ. പിന്നെ ഒരു പ്ലാനില്ലാത്ത പോലെ കളിക്കുന്നത് വേണ്ടി. അവനിതൊന്നും എടുത്തില്ലല്ലോ, അവനൊന്നും വേണ്ടതൊന്നും. നമ്മുടെ കരിക്കൊക്കെ എന്താ ചെയ്യണാവോ. കുറച്ച് കരിക്ക് വെട്ടിയിടാം. ഓക്കെ, ഒന്ന് ഡേസ് ആവാനായിട്ടുണ്ട് ഗൈസ്. കരിക്കൊന്നും കിട്ടിയില്ല അല്ലേ. കുറച്ച് ബ്ലൂബെറി ഉണ്ട് ഗൈസ്, അതും തിന്നാം. മാക്സിമം നമ്മുടെ ഹെൽത്ത് ഒന്ന് സെറ്റാക്കിക്കട്ടെ. ഇതെന്താ പെട്ടെന്ന് മിസ്സായില്ല. നമ്മുടെ വഞ്ചിയുടെ പോയി. എൻ്റെ വഞ്ചി ഓട്ടോമാറ്റിക്കലി പോണ്. ഇവനെന്ത് തീരുമാനിച്ച വഞ്ചി അടച്ച് പോയാ. അട്ടി സ്രാവ് കടിക്കും പിടിച്ച്. കേഴവൻ എന്താ ചെയ്യവന്. അവൻ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാക്കി അവൻ പോയി. ശേ, നമ്മളവൻ ചതിച്ച് ഒറ്റയ്ക്കാക്കി പോയി ചതിച്ചവൻ. ഇത് നമുക്ക് ഭയങ്കര ലാഗ്. കുറച്ച് തീരടാ. ക്രാഫ്റ്റ് ബെഞ്ച് സീനാക്കണം കേട്ടോ. നമുക്കൊരു ഇത് വേണം, ഒരു ഒറ്റാക്കിയൻ, ഒരു എക്സ്ബോ വേണം. എക്സ്ബോ ഇല്ലെങ്കിൽ കളി കാര്യവും ഗൈസ്. നെക്സ്റ്റ് ഇവിടെ നിന്ന് വരാന്നൊരു പിടുത്തില്ല. നമുക്കൊരു എക്സ്ബോ ഇവിടെ തന്നെ ഉണ്ടാക്കി വെക്കണം. നമുക്കൊരു സേഫ്റ്റി വേണ്ടേ. വേവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അലക്കണ്ടേ. ഓ ഇവിടെ ആളുണ്ടോ. പൊട്ട സീനാണ്. ഇപ്പോൾ ഇതേ നൈറ്റ് ആകാൻ പോവാണ്. നമുക്ക് മാക്സിമം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കരിക്കും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെടാ. ടോട്ടം ക്യാൻ ബി സീൻ. ഇപ്പോൾ ടോട്ടം എടുക്കാൻ പോകണ്ട ബ്രോ. ഇപ്പോൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പണി വാളും. ഇത് കഴിഞ്ഞാൽ ഡേ 3 ആവാറായി. ഓ ഭയങ്കര ലാഗല്ലേ. ലാഗല്ല, ഓ ഒരു പുതിയ അപ്ഡേറ്റിൻ്റെ ഒന്നുണ്ട്. ഭയങ്കര ഹാങ്. ഇപ്പം എടുക്കണ്ട, ഇപ്പം എടുക്കാൻ സീനാ. ഈ അവന്മാർ ഇവിടെ നിന്ന് അലക്കണ്ട എക്സ്ബോട്ട് എലിമിനേറ്റ് ചെയ്ത ഐലൻഡ്. ഇവനെന്തിട്ട് മണ്ടത്തിനെ കാണിക്കുന്നു. ഇപ്പോൾ ആ സാധനം വന്ന് അലക്കും. ചാവുപ്പത് പോയിട്ട്. ഞാൻ അങ്ങോട്ട് വരണില്ല എന്തായാലും. വരുന്നുണ്ട് സാധനം. ഇവനെ ചാവാനുള്ള പ്ലാനില്ലാട്ടാ. ഓ വരുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് നൈസായി. നമുക്ക് ഇനിയിപ്പോൾ കയറണ്ട. ഇപ്പം നമ്മുടെ എക്സ്ബോ ചലക്കി പോകണം. എക്സ്ബോ അലക്കാൻ പറ്റും. എക്സ്ബോ ബാം സെറ്റാവും. യെസ്, എക്സ്ബോ ഇപ്പോൾ അവനെ കൊല്ലും നൈസായിട്ട്. ഓ ഇവനോടെ വീടുണ്ടാക്കി വെച്ചേക്കാ നൈസായിട്ട് ചാവാണ്ടിരിക്കാണ്ട. സെറ്റ് ടോട്ടപ്പ് എടുക്കാം കൈസ്. നൈസായിട്ട് ടോട്ടം എടുക്കാം. ഇവനെ എന്തായാലും എടുക്കണം. ഓ അവനവിടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. അത് ചാവും ഇപ്പോൾ അവൻ അതിൻ്റെ ഇതിനെടുത്ത് പെട്ടിട്ട്. എന്ത് മണ്ടത്തര കാണിക്കും ഇവൻ. ജാതി പ്രോയാന്ന് പറഞ്ഞിട്ട് അവൻ ഉണ്ടാ ചാവുപ്പത്. ചാവാനുള്ള പ്ലാനാണ്ടാ അവൻ. തോന്നുന്നു ഞാൻ ചാവാനുള്ള പ്ലാനാന്ന്. അവിടെ കളിക്കട്ടെ. അങ്കരിച്ച് കൊണ്ടിട്ടിട്ട് മീനൊക്കെ പിടിക്കാം. മോർണിംഗ് ആയില്ലേ. യെസ്, ഡേ 9 ആയി ഗൈസ്. ഓ നമുക്കൊരു നല്ലൊരു മീനെ കിട്ടിയിട്ടാ. ചെക്കൻ തോട്ടെടുത്തുണ്ട് ഗൈസ്. ഗുഡ് ജോബ് മാൻ, ഗുഡ് ജോബ്. നമുക്കുള്ള ഈ സാധനങ്ങളൊക്കെ എടുക്കട്ടെ. ഇന്ന് വൈകുന്നേരം എനിക്കിതും അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. യെസ്റ്റർഡേ കൗണ്ട് വിൽ ബി ഇൻക്രീസ് ടു 4. 4 ദിവസമായിട്ട് കൗണ്ട് കൂട്ടാ. നമുക്ക് മരമൊക്കെ വെട്ടി മാക്സിമം എടുക്കാം. ഓക്കെ ഓക്കെ,
നല്ല കളി ബ്രോ. എന്തത് എൻ്റെ ഇത് എടുക്കാൻ പറ്റുന്നില്ല, നെറ്റ്വർക്ക് പോയിൻ്റാണോ? ഓ എന്ത് പറ്റിയിട്ടില്ല, ഫോണിന് കളക്ട് ചെയ്യാൻ പറ്റണില്ല. വെട്ടാൻ മാത്രമേ പറ്റുന്നുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. ഗൈസ്. ഓ അത് തിന്നാണ്ടാണ് ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു മഷ്റൂം കയറി വന്ന പറഞ്ഞേ തിന്നാൻ പറ്റിയില്ല, തിന്നാനല്ല എടുക്കാൻ പറ്റിയില്ല. ഓ എന്തൊക്കെ സാധനം എടുക്കണം. പറയുന്നുണ്ട് കേട്ടോ, മാക്സിമം കളക്ട് ചെയ്യണം വുഡ്. നമുക്ക് നമ്മുടെ ഫയർ ലെവലും കൂട്ടും വേണം കേട്ടോ, എന്നാലേ ആ കാര്യമുള്ളൂ. നമുക്ക് ക്രാക്കിന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഫയർ ലെവൽ കൂട്ടണം. മഴ പെയ്യാൻ ചാൻസ്, മഴ ഇന്ന് പെയ്തിട്ടില്ലടാ, തീരെ പെയ്തിട്ടില്ല മഴ. ഇവിടെ ഒരു വീട് പണിതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള, പക്ഷെ അത് എങ്ങനെ കയറണേ എനിക്ക് പിടുത്തം കിട്ടണില്ല. ആദ്യം സെറ്റപ്പിൽ പണിതണേ. ലെവൽ 4 ആക്കാട്ടോ. ഈ സൈഡ് 2 മരം കൊണ്ട് എടുത്തിട്ട് വരാം. 43 ഇതിൽ ശരിക്കും പറഞ്ഞാൽ സൗണ്ട് ഉണ്ട്. ഞാൻ സൗണ്ട് വയ്ക്കാത്ത മൊബൈൽ ഫോണിൽ ഓൾറെഡി 2 കൂടിയാകുമ്പോൾ ഒരുമാതിരി കലപില സൗണ്ട് കേൾക്കണത്. കാരണം ഞാൻ നിർത്തിച്ചത്. ഓ ഇതേ ഒരു ഇതുകൊണ്ട് എടുക്കാണ്ട്, ഒരു മെറ്റലിനോട് എടുക്കാണ്ട്, ഹെവി മെറ്റല് ബുള്ളറ്റ് മിലിറ്ററി സ്റ്റീലാ എന്ന സംഭവം. സെറ്റാ, അത് കിട്ടി കഴിഞ്ഞാൽ തന്നെ പകുതി കയറും. സീനില്ല, ടൈമുണ്ട്, അതിനുള്ളിൽ തന്നെ എടുക്കാം. ഇത് കുറച്ച് ലോങ് കളി ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെയുള്ളതൊക്കെ എടുക്കാം. ഓക്കേ, സാവൊന്ന് പിടിക്കും നമ്മളെ. ഗൈസ് വേവ് 2 ആണ്, വേവ് 2 ഐ സ്കിപ്പ് അടിക്കട്ടെ. നമ്മുടെ എക്സ്ബോ സെറ്റ് ചെയ്യണം. 2 ടീം വരുന്നുണ്ട്. പെട്ടു. എടുത്താലിക്കുന്നുണ്ട്. ഓ വേവ് ചോദിച്ചോ. എക്സ്ബോ ഉണ്ടെങ്കിൽ സെറ്റായിട്ടാ. എക്സ്ബോ അല്ലക്കിയ വിട്ടുപോനെ. 2 കരിക്ക് തിന്നട്ടെ, എനർജി ഇരട്ടെ. ആരെ കരിക്കുന്ന അവനാണ് തോന്നുന്നു. കരിക്കുതിക്കണ്ണ നമ്മുടെ സാധനം ഉണ്ട് കേട്ടോ, നമുക്കൊന്ന് സെറ്റിട്ടെ. നമ്മുടെ ഷീൽഡും കാര്യങ്ങളൊക്കെ വരട്ടെ. എന്തെങ്കിലും വേറെ ക്രാഫ്റ്റ് ചെയ്താലോ. എക്സ്ബോ വേണം. എക്സ്ബോ നമുക്ക് സെറ്റ് ചെയ്യണുണ്ടോ എവിടെയെങ്കിലും? ഒരു സെറ്റ് ചെയ്യണം എവിടെയെങ്കിലും. ഈ ഏരിയയിലുള്ള ഒരു എക്സ്പോർട്ടാലോ. കുറച്ച് എക്സ്ബോസ് വേണം. 4 നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. ചാർജ് ഇത്ര നോക്കണ്ട, 25% ചാർജ്. യെസ്, ഡേ 39 കേട്ടാ. മഴ പെയ്തിട്ടില്ല, കാരണം നല്ല കാര്യം അല്ലേ? എന്താ പ്ലാൻ? അവൻ പോയാ? അവൻ എന്തൊക്കെയോ ചെയ്യണ്ടല്ലോ. ഇവനെന്തിട്ട് ഇത് ചെയ്യണത്? വെറുതെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാലോ, ഇപ്പൊ എടുത്തില്ലാത്ത പോലെ. കേളവൻ എന്റെ മീഞ്ഞ വണ്ടി എടുത്ത് പോവാ എന്തായാലും. ഇവിടുന്ന് എന്തായാലും പോവാ. ഓ മറ്റേ സാധനം മേടിച്ചിട്ടില്ല. ഹുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് വെള്ളത്തിൽ നിർത്താൻ പറ്റുള്ളൂ. സ്രാവ് നമ്മളെ ഇടിച്ചിട്ട് പോവാട്ടാ നൈസായിട്ട്. ഇനി എവിടേക്ക് പോണാവോ? 13 കഴിച്ച് ഇത്ര നേരമായിട്ട് ടോട്ടം കിട്ടിയിട്ടില്ല. ടോട്ടം കിട്ടണമെങ്കിൽ മറ്റന്മാരെ അലക്കണം. ഇവിടെ പോവാം, ഇവിടെയാണ് സീൻ. ഇവിടെ കളിയാണ് കളി.
ഇവിടെ പോയിട്ട് നമുക്ക് ആ സാധനം എടുക്കണം ആദ്യം. പക്ഷെ ഇവിടെ മറ്റേ പന്നിയൊക്കെ ഉണ്ട്, മറ്റേ കാട്ടുപന്നിയില്ല, ഡീറുണ്ട്. ഇവന് വേണ്ട സാധനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാ. ഇവിടെ സെറ്റാടാ ഇവന്. രണ്ട് മീനെ ഇളക്കണം. എടാ ഇവിടെ പോയി, അവൻ പോയി നോണ്ടാ, അവൻ പോയി, അവ എക്സീഡ് അടിച്ച്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒറ്റയ്ക്കൊക്കെ അവൻ പോയി, ഒരു മാതി അലമ്പാക്കിയിട്ട്. എന്തായാലും നമുക്ക് സാധനം പിടിക്കാം, മീൻ പിടിക്കാം. നമുക്ക് ഒറ്റയ്ക്ക് കളിച്ച് നോക്കാം. നമ്മൾ ഒറ്റയ്ക്കൊക്കെ അവൻ പോയി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ അവനൊരു മാതി അലമ്പ്. ഇത് എങ്ങനെയും പോയിടാ. അതൊന്ന് സ്റ്റോർ ചെയ്യണം. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ അടുത്ത് പോവാം. ഇവ നമ്മളെ അലക്കാനുള്ള വേണ്ട സ്രാവ് ഇപ്പൊ കയറി വരും. ഓ ടൂണനെ കിട്ടിയില്ല. ഡ്രാഗ് തരട്ടെ. കിട്ടി പോകാനാ. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോയി കൊടുത്തിട്ട് വരാം. നമ്മളിപ്പം കൊല്ലോ 11 മിനിറ്റ് ഉള്ളല്ലോ. പാടി ഇവനെന്താ ഇവിടെ കടല മോറൻ നമ്മളെ ചതിച്ചുകൊണ്ട് അല്ലേ? നമ്മളെ അലയി ചതിച്ചുകൊണ്ട് അവനെ നമ്മൾ കൊടുത്തിട്ട് അവനത് എടുത്തില്ല അല്ലേ? നമ്മളെ പറ്റിച്ചടാ. ഇവിടെ മീൻ കിടക്കുന്നു, വലിയ മീൻ. ഫ്രൈ അവൻ നമ്മുടെ എല്ലായിടത്തും നശിപ്പിച്ച് മാക്സ് ലെവലാ പറയുന്നുണ്ട്. ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലടാ. മാക്സിമം മീൻ പിടിക്കാം. 20 സെക്കൻഡ് കൂടി ഉണ്ട്. 19 സെക്കൻഡ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് നോക്കി വെക്കാൻ എന്താ സംഭവം. മീനൊന്നും കിട്ടണില്ലല്ലോ. വാ 16-17 ദിവസമായിട്ടാ നമുക്ക് നമ്മുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം. നമ്മൾ 25 days ആണ് സർവേ ചെയ്തുള്ളത്. ഇവനെന്താ ഉദ്ദേശം എൻ്റെ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണ്ട തേങ്ങ. എന്തിട്ട് കിട്ടാവോ? കുന്താണ്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യണ്? ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിടണം പോവാൻ. ഒരു കരടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഐസ് ഷീൽഡ് അല്ലേ? ആ കരടി കാണാണ്ട് നൈസായിട്ട് കയറി അല്ലക്കണം. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച ആൾക്കാരല്ല. എത്ര നേരത്തേക്ക് ഉണ്ടാവും? ഗൈസ് മുമ്പി മരിക്കിപ്പോ. വേഗം രക്ഷപ്പെടണം.
മെഡിക്കിറ്റൊന്നുമില്ല. ഇന്ന് വൈകുന്നേരം ടോട്ടെടുക്ക ആൾ വരും. പണിക്കുറ്റം കഴിഞ്ഞ് ഗൈസ്. വെള്ളത്തേക്ക് എടുത്ത് ചാടിക്കുക. അയ്യാ ചത്ത് ഇന്നും ചത്ത് ഗൈസ്. രണ്ടത്തരം കാണിച്ചു. അവനെ കൊണ്ട് ഇവിടെ വരെ കൊണ്ടുവന്നെങ്കിൽ ചിലപ്പോൾ അവനെ മറ്റു സാധനം വെച്ച് കൊല്ലായിരുന്നു. നമുക്ക് 17 ദിവസം നിൽക്കാനേ പറ്റിയില്ല. അയ്യോ, റിവൈവ് ഒക്കെ ചെയ്യാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. കണ്ട പൈസ കൊടുക്കാനുള്ള കയ്യിൽ നമ്മളില്ലേ. പോട്ടെ എന്നാ. അപ്പം നമുക്ക് വേറൊരു ദിവസം വാറായിട്ട് വന്ന് കളിച്ച് 50 ദിവസമല്ല 100 ദിവസം നമുക്ക് സർവൈവ് ചെയ്യാം. ഓക്കെ, അതുവരെയും ഗായ്സ് മാക്സിമം സപ്പോർട്ട്. നെക്സ്റ്റ് ഗെയിം അടിപൊളി ഗെയിമായിട്ട് വരാം. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടും വരാം. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.